പ്രൈസ് ദ ലോർഡ്. വീണ്ടും കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ ദൈവം തന്ന ഈ അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരുന്നത് റീസ്റ്റോറേഷനെ കുറിച്ചായിരുന്നു. സഭാപ്രസംഗിയിൽ നമുക്ക് വ്യക്തമായി കാണാം, എല്ലാത്തിനും ദൈവം ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇത് നമ്മുടെ റെസ്റ്റോറേഷൻ്റെ ഒരു സീസണാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡുകളെല്ലാം പറഞ്ഞിരുന്നു, ദൈവത്തിന് എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ റെസ്റ്റോർ ചെയ്യാൻ കഴിയും. ഹീ ക്യാൻ റിസ്റ്റോർ എ സോൾ. ബൈബിൾ പോലെ ഇത്രത്തോളം വ്യക്തികളുടെ ജീവിതം മാറ്റിമറിച്ച ഒരു പുസ്തകം ലോകത്തിൽ മറ്റൊന്നില്ല. എനിക്ക് വ്യക്തിപരമായി അറിയാവുന്നതും അല്ലാത്തതുമായ അനേക വ്യക്തികളുടെ മാത്രമല്ല അനേക കുടുംബങ്ങളുടെ പോലും ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച ഒരു പുസ്തകമാണ് ബൈബിൾ. ഒരു വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയാത്തതായിട്ട് ഒന്നുമില്ല ദൈവങ്ങളെ. യേശുക്രിസ്തു പാപികളെ നീതീകരിക്കുന്നു. യേശുക്രിസ്തു രോഗികളെ സൗഖ്യമാക്കുന്നു. കൊടും പാപികളായ വ്യക്തികൾ, കൊലപാതകളായ വ്യക്തികൾ, സുവിശേഷകരായിരിക്കുന്ന സാക്ഷ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അവരുടെ സാക്ഷ്യങ്ങൾ നേരിട്ട് കേൾക്കാനിടയായിട്ടുണ്ട്. അങ്ങനെ എത്രയോ ആൾക്കാരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിച്ച് അവരൊരു പുതിയ വ്യക്തിയാക്കി തീർത്ത ഒരു പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. ഹല്ലേലൂയ. നിങ്ങൾ നിരാശയിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, പല നഷ്ടങ്ങളിലൂടെ കടന്നു പോകുന്നവരായിരിക്കാം, ഇനി നാളെ എന്താണെന്ന് ഓർത്ത് വേവലാതിപ്പെടുന്നവരായിരിക്കാം. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രത്യാശ നൽകുവാൻ ദൈവത്തിന് കഴിയും. ദൈവത്തിൻ്റെ വചനത്തിൽ കഴിയാത്തതായിട്ട് യാതൊന്നുമില്ല. ഫിലമോൻ്റെ പുസ്തകം നമുക്ക് വായിക്കുമ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് പൗലോസ് അവിടെ പരാമർശിക്കുന്നുണ്ട്. പൗലോസ് കാരാഗൃഹത്തിൽ കിടന്ന ഫിലമോൻ എന്ന വ്യക്തിക്ക് എഴുതുന്ന ഒരു ലെറ്ററാണ്. ഫിലമോൻ എഴുതിയ ലെറ്റർ, ഒരധ്യായം മാത്രമുള്ള പുസ്തകത്തിൽ അദ്ദേഹം ഒനേസിമോസ് എന്നൊരു വ്യക്തിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നു, ഞാൻ തടവിലായിരിക്കുമ്പോൾ അല്ലെങ്കിൽ ജയിലിൽ കിടക്കുമ്പോൾ ജനിപ്പിച്ച എൻ്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു. അവൻ മുമ്പേ നിനക്ക് പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ തന്നെ. അപ്പോൾ ഒനേസിമോസ് മോസ്റ്റ് പ്രോബബ്ലി ഫിലമോൻ്റെ വീട്ടിലൊരു സെർവൻറ്റോ മറ്റായിരുന്നിരിക്കണം. അവനും എന്തോ ഒരു തെറ്റ് ചെയ്ത് ജയിലിൽ പോയി. അവിടെ വെച്ച് സുവിശേഷ പ്രവർത്തനം ചെയ്തതിൻ്റെ പേരിൽ ജയിലിലായിരിക്കുന്ന പൗലോസിനെ കാണുകയാണ്. പൗലോസ് അവനെ വീണ്ടും ജനിപ്പിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുന്നു. അവൻ വീണ്ടും ജനനം പ്രാപിക്കുന്നു. യേശു ക്രിസ്തു പറഞ്ഞ് നമ്മൾ ഓർക്കുന്നില്ലേ, പുതുതായി നിങ്ങൾ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുകയില്ല. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് പുതുതായി ജനിച്ച ഒനേസിമോസിനെ കുറിച്ചാണ് പൗലോസ് പറഞ്ഞത്. അവൻ നിനക്ക് മുമ്പേ പ്രയോജനമില്ലാത്തവനായിരുന്നു, ഇപ്പോൾ നിനക്കും എനിക്കും നല്ല പ്രയോജനമുള്ളവൻ. എനിക്ക് പ്രാണപ്രിയനായ അവനെ ഞാൻ മടക്കി അയച്ചിരിക്കുന്നു. നിന്റെ അടുക്കിലേക്ക് ഞാൻ മടക്കി അയക്കുകയാണ് ഫിലമോനെ. ഹല്ലേലൂയ. ഇതിൻ്റെ അർത്ഥം ആ ഒരു വ്യക്തിക്ക് ഒനേസിമോസിനെ അട്ടിമൂടി അവൻ്റെ ജീവിതത്തിൽ മാറ്റം വന്നു, രൂപാന്തരം വന്നു, മാനസാന്തരം വന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ എപ്പിസോഡുകളിലെല്ലാം ഞാൻ പറഞ്ഞു, പത്രോസ് പ്രസംഗിച്ചത് മാനസാന്തരത്തെക്കുറിച്ചായിരുന്നു. എന്നാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ദ ടൈംസ് ഓഫ് റിഫ്രഷിംഗ് വിൽ കം. എൻ്റെ പ്രാണപ്രിയനെ എന്നാണ് വിശുദ്ധ പൗലോസ് അവിടെ ഒനേസിമോസിനെ അഭിസംബോധന ചെയ്യുന്നത്. ആളെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു രൂപാന്തരം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 4-ാം അധ്യായം വായിക്കുമ്പോൾ ഒരു ശമരിയ സ്ത്രീയെക്കുറിച്ച് അവർ പറയുന്നത് കാണാം. കർത്താവുമായിട്ട് അവർക്കൊരു എൻകൗണ്ടർ ഉണ്ടാകും. ഈ സംഭവ കഥ ഓൾമോസ്റ്റ് എല്ലാവർക്കും സുപരിചിതമായ സംഭവമാണ്. അതുകൊണ്ട് ഞാൻ വേഗത്തിൽ ഇന്നത്തെ എപ്പിസോഡിൽ ഏറ്റവും ചുരുക്കിയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ മെസ്സേജ് നിങ്ങൾ അനേകം പേർക്ക് ഷെയർ ചെയ്യണം. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അവിടെ വാസ്തവത്തിൽ ഈ സ്ത്രീയെക്കുറിച്ച് നമ്മൾക്ക് കാണാൻ കഴിയുന്ന അവളൊരു ദുർനടപ്പുകാരിയായിരുന്നു. അവളവിടെ പറയുന്നുണ്ട്, അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ആ ഒരു ശമരിയ എന്ന നാട്ടിൽ വെച്ച് അവൾക്ക് നല്ലൊരു പേരോ സൽപ്പേരോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് വ്യക്തമാണ് നമുക്കതിൽ നിന്നൊക്കെ. 18-ാം വാക്യം വായിക്കും, 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല, നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു. യേശുവിന് അവളെക്കുറിച്ച് സകലം അറിയാം. അവൾ പറയുന്നത്, അപ്പോൾ സ്ത്രീ അവനോട്, യജമാനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു. അവൾ ആദ്യം യജമാനനെ എന്ന് വിളിച്ചു, അതിന് പ്രവാചകൻ എന്ന് പറഞ്ഞു. അവിടെ കർത്താവ് വീണ്ടും അവളോട് സംഭാഷണം തുടരുകയാണ്. അതിൻ്റെ 26-ാം വാക്യമൊക്കെ വരുമ്പോൾ കർത്താവ് യേശു അവളോട് പറയുന്നുണ്ട്, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മശിഹ എന്ന് പറഞ്ഞു. യേശുവുമായിട്ടുള്ള സംഭാഷണം കഴിയുമ്പോൾ അവൾ ശമരിയയിലേക്ക് തിരിച്ചു പോയിട്ട് ആ സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന ജനങ്ങളോട്, ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്ന് കാണുവേ,
അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു. അവർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ട് അവൻ്റെ അടുക്കൽ വന്നു. അങ്ങനെ ഈ സ്ത്രീ കാരണം അനേകർ ശമര്യയിൽ നിന്ന് യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ വരുവാനിടയായി. നിങ്ങൾക്ക് അതിൻ്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്. 41 വാക്യം, ഏറ്റവും അധികം പേർ അവൻ്റെ വചനം കേട്ട് വിശ്വസിച്ചു. കേട്ടോ, ശമര്യ ദേശം രക്ഷിക്കപ്പെടുവാൻ യേശു ഉപയോഗിച്ചത് ഈ സ്ത്രീയായിരുന്നു. ഇനി നിന്റെ വാക്ക് കൊണ്ടല്ല ഞങ്ങൾ വിശ്വസിക്കുന്നത്, ഞങ്ങൾ തന്നെ കേൾക്കുകയും അവൻ സാക്ഷാൽ ലോക രക്ഷിതാവ് എന്നറിയുകയും ചെയ്തിരിക്കുന്നു എന്ന് സ്ത്രീയോട് പറഞ്ഞു. ആ ദേശത്ത് തന്നെ ഒരു വിലയില്ലാതെ ഒരു സ്ത്രീയെ അടിമുടി കർത്താവ് ഒറ്റ ദിവസം കൊണ്ട്, ഒറ്റ എൻകൗണ്ടർ കൊണ്ട് അവളുടെ ജീവിതം തന്നെ മാറ്റുന്നത് നമുക്ക് കാണാം. ഇങ്ങനെ അനേക ആൾക്കാരുടെ ജീവിതം യേശുവുമായിട്ടുള്ള ഒരൊറ്റ എൻകൗണ്ടർ കൊണ്ട് നമുക്ക് മാറുന്ന കാണാം. അതിന് മറ്റൊരു ഉദാഹരണമായ വ്യഭിചാരം പിടിക്കപ്പെട്ട കർത്താവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന ഒരു സ്ത്രീയെ കുറിച്ച് പറയുന്നത്. അവളുടെ ജീവിതം ആ ഒരൊറ്റ ദിവസം കൊണ്ട് കർത്താവ് മാറ്റി. അവൾ നല്ലൊരു സ്ത്രീയായി തീർന്നു. കർത്താവിൻ്റെ കൂടെ പിന്നത്തേതിൽ കാണുന്നതിൻ്റെ ഇടയായി തീർന്നു. കർത്താവിൻ്റെ ശിഷ്യന്മാരെ തന്നെ പലരെ നോക്കുക. പത്രോസ് എങ്ങനെ ഒരു സ്വഭാവക്കാരനായിരുന്നു. പത്രോസിനെ ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന കർത്താവിൻ്റെ 12 ശിഷ്യന്മാരിൽ ഏറ്റവും പ്രമുഖനായി കർത്താവ് മാറ്റി അപ്പോസ്തലനായ പത്രോസിനെ. അപ്പോൾ തന്നെ പാപിയായി ആ ദേശം കണക്കാക്കപ്പെട്ട സഖായിയെ ഒറ്റ ദിവസം കൊണ്ട് അവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന നമുക്ക് കാണാം. ക്രിസ്തുവിനെ എൻകൗണ്ടർ ചെയ്ത വ്യക്തികളുടെ ജീവിതം നമുക്ക് അടിമുടി മാറുന്നതൊക്കെ കാണാൻ കഴിയും. എൻ്റെ ജീവിതത്തെ കർത്താവാണ് മാറ്റിയത്. അനേക ആൾക്കാരുടെ ജീവിതത്തെ യേശു ക്രിസ്തുവാണ് മാറ്റിയത്. യേശു എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇന്നായിരിക്കുന്ന ഒരവസ്ഥയിൽ ആയിരിക്കില്ലായിരുന്നു തീർച്ചയാണ്. എൻ്റെ കുടുംബം ഇന്നായിരിക്കുന്ന അവസ്ഥയിൽ ആയിരിക്കുമായിരുന്നില്ല. ഹല്ലേലൂയ. എല്ലാം നശിക്കപ്പെട്ട്, എല്ലാം തകർക്കപ്പെട്ട് ആയിരുന്ന ഒരു കുടുംബത്തെ ഒരു വിദ്യാഭ്യാസത്തിൽ നിന്നൊക്കെ എന്നെ ഇതുവരെ കരകയറ്റിയത്, ഒരു മാനിക്കപ്പെട്ട ഒരു നിലയിൽ നിന്നാക്കിയത് എല്ലാം കർത്താവിൻ്റെ മഹാകൃപയാണ്. ദൈവമായിട്ടുള്ള എൻകൗണ്ടറാണ്, യേശു ക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. ഹല്ലേലൂയ. ഞാൻ ഇതിലും കൂടുതൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ നിന്ന് there is no limitations to his restoration, his ability. ദൈവത്തിന് നമ്മുടെ ജീവിതത്തെ റിസ്റ്റോർ ചെയ്യാൻ കഴിയുന്നതിന് ഒരു ലിമിറ്റേഷൻ ഇല്ല. We cannot comprehend with our mind. God's restoration is beyond our comprehension, our limitations. റോമൻ ലേഖനം 5-ാം അധ്യായത്തിൽ നമുക്ക് 5 പ്രാവശ്യം much more എന്ന് നമുക്ക് കാണാൻ കഴിയും. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷം അവനാൽ എത്രയധികം, അല്ലെങ്കിൽ മച്ച് മോർ, അല്ലെങ്കിൽ എത്രയധികം കോപത്തിൽ നിന്ന് മച്ച് മോർ ദെൻ ബി നൗ ജസ്റ്റിഫൈഡ് ബൈ ഹിസ് ബ്ലഡ്, മച്ച് മോർ ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് ദ ഗിഫ്റ്റ് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ ഗ്രേസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് മച്ച് മോർ. നമ്മുടെ ചിന്തകൾ കൊണ്ട് ഒതുങ്ങുന്നതല്ല. ദൈവത്തിൻ്റെ റീസ്റ്റോറേഷൻ ഈസ് മച്ച് മോർ. യോബ് ഇരട്ടിയായി കിട്ടി. ഇറ്റ്സ് മച്ച് മോർ ഹി ഗോട്ട്. ദൈവത്തിൻ്റെ കൃപ ഈസ് ഓൾവേസ് മച്ച് മോർ. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ് ദൈവത്തിൻ്റെ കൃപ. നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറമാണ് ദൈവം നമ്മളോട് കാണിച്ച, ഓൾറെഡി ദൈവം നമ്മളോട് കാണിച്ചതും ഇനി നമ്മൾ ദൈവത്തിൻ്റെ ഫേവർ നമ്മളോട് കാണിക്കാൻ പോകുന്നതും. ദൈവം നമ്മുടെ സോളിനെ മാത്രമല്ല റിസ്റ്റോർ ചെയ്യുന്ന, ഗോഡ് റീസ്റ്റോർസ് എവറി മെറ്റീരിയൽ തിങ്സ് വി ലോസ്റ്റ്. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ട എല്ലാം മെറ്റീരിയൽ ആയിട്ടുള്ള ഒരു സ്ഥലമായിക്കോട്ടെ, വീടായിക്കോട്ടെ, നിങ്ങളുടെ ജോലി ആയിക്കോട്ടെ, സമ്പത്തായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഗോഡ് ക്യാൻ റിസ്റ്റോർ. അല്ലെ, നെഹമ്യാവിൻ്റെ പുസ്തകത്തെ 5:11 നമുക്ക് കാണാം. നിങ്ങൾ ഇന്ന് തന്നെ അവരുടെ നിലങ്ങളും മുന്തിരിത്തോട്ടങ്ങളും ഒലിവ് തോട്ടങ്ങളും വീടുകളും മടക്കി കൊടുക്കുവിൻ. ഇറ്റ്സ് എ കമാൻഡ്. നിലങ്ങൾ, മുന്തിരിത്തോട്ടങ്ങൾ, ഒലിവ് തോട്ടങ്ങൾ, വീടുകൾ, ഹല്ലേലൂയ, മടക്കി കൊടുക്കുവാൻ. ദ്രവ്യം, ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയിൽ 100 വീതം നിങ്ങൾ അവരോട് വാങ്ങി വരുന്നതും അവർക്ക് ഇളച്ചു കൊടുക്കുവിൻ. 2 രാജാക്കന്മാർ 8:1 മുതൽ വായിക്കുമ്പോൾ നമുക്ക് ഒരു സംഭവകഥയാണ് അവിടെ പറയുന്നത്. അനന്തരം എലീശ താൻ മകനെ ജീവിപ്പിച്ചു കൊടുത്ത ഒരു സ്ത്രീയോട്, നീയും നിന്റെ ഭവനവും പുറപ്പെട്ട് എവിടെയെങ്കിലും പരദേശവാസന ചെയ്തു കൊള്ളുവിൻ. യഹോവ ഒരു ക്ഷാമം വരുത്തുവാൻ പോകുന്നു, അത് 7 സംവത്സരം ദേശത്ത് ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞു. അതിന് മുമ്പത്തെ അധ്യായങ്ങളിലൊക്കെ പറയുന്നുണ്ട്, കുഞ്ഞില്ലാത്തൊരു സ്ത്രീക്ക് കുഞ്ഞ് ഉണ്ടാവുന്നതും ആ കുഞ്ഞ് എന്തോ കാരണത്താൽ മരിക്കാനിടയായി. ആ കുഞ്ഞിനെ എലീശ പ്രവാചകൻ ജീവിപ്പിക്കുകയും മരണത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരികയും ആ സ്ത്രീയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ സ്ത്രീയോടും മകനോടുമായിട്ട് എലീശ പറയുക, നീയും നിന്റെ ഭവനമൊക്കെയും ഇവിടെ ഒരു വലിയ ക്ഷാമം വരാൻ പോകുന്നു, അത് 7 വർഷം നീണ്ടു നിൽക്കും. നീ ഇവിടെ നിന്ന് പുറപ്പെട്ട് മറ്റൊരു ദേശത്തേക്ക് പോയിക്കൊള്ളുവിൻ.
ആ സ്ത്രീ എഴുന്നേറ്റ് ദൈവ പുരുഷൻ പറഞ്ഞതുപോലെ ചെയ്തു. അവളും ഭവനവും ഫെലിസ്ത്യ ദേശത്ത് പോയി 7 സംവത്സരം പരദേശവാസം ചെയ്തു. 7 സംവത്സരം കഴിഞ്ഞിട്ട് അവൾ ഫെലിസ്ത്യ ദേശത്തു നിന്ന് മടങ്ങി വന്നു. പിന്നെ അവൾ തൻ്റെ വീടും നിലവും സംബന്ധിച്ച് രാജാവിനോട് സങ്കടം ബോധിപ്പിച്ചു ചെന്നു. അവൾ 7 വർഷം കഴിഞ്ഞ് അവിടെ മടങ്ങി വരുമ്പോൾ അവക്കടെ വീടും സ്ഥലവും എല്ലാം അവക്കടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിരുന്നു. മറ്റാരോ പൊസസ് ചെയ്തു. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പിശാച് ശത്രുക്കൾ പൊസസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളെ രാജാതിരാജാവനായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അടുക്കൽ ചെല്ല്. ഹല്ലേലൂയ, ഹി വിൽ ഗീവ് എ റൈറ്റ് വേർഡിക്റ്റ് ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു കൽപ്പന പുറപ്പെടുവിക്കും. അനന്തര രാജാവ് ദൈവപുരുഷന്റെ ബാല്യക്കാരനായ ഗേഹസ്തിയോട് സംസാരിക്കൽ. ഈ സമയത്ത് രാജാവ് ദൈവപുരുഷനായ ഈ എലീശയുടെ ബാല്യക്കാരനായ ഗേഹസ്തിയോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എലീശ ചെയ്ത വൻ കാര്യങ്ങളൊക്കെ നീ എന്നോട് പറ, വിവരിച്ച് പറ. അപ്പോൾ ഈ ഗേഹസി പറയുന്നു, ഒരു മരിച്ച ഒരു കുഞ്ഞിനെ പ്രവാചകൻ എഴുന്നേൽപ്പിച്ചു, മരിച്ചുപോയ ജീവിപ്പിച്ച വിവരം രാജാവിനെ കേൾപ്പിക്കുമ്പോൾ തന്നെ മകനെ ജീവിപ്പിച്ചു കൊടുത്തിരുന്ന ആ സ്ത്രീ വീടും നിലവും സംബന്ധിച്ച് രാജാവിനൊരു സങ്കടം ബോധിപ്പിച്ചു. നിങ്ങൾ നോക്കിയേ, ഈ രാജാവ് എലീശയുടെ ബാല്യക്കാരനോട് ഈ സംഭവ കഥകളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഗേഹസി ഈ സ്ത്രീയെ കുറിച്ച് അവിടെ പറയുന്നത് രാജാവിനോട് പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ഈ സ്ത്രീക്ക് ഒരു കുഞ്ഞ് ജനിച്ചു, ഈ കുഞ്ഞ് പിന്നെ മരിച്ചുപോയി, ആ കുഞ്ഞിനെ വീണ്ടും പ്രവാചകൻ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു, മരിച്ച കുഞ്ഞിനെ ഉയർപ്പിച്ചു. ഈ സംഭവ കഥ പറഞ്ഞുകൊണ്ട് ഇരിക്കുമ്പോൾ ഈ സ്ത്രീയും കുഞ്ഞും രാജാവിൻ്റെ മുമ്പിൽ കടന്നു വരിക. ഈ സീസണിൽ നമ്മൾ റൈറ്റ് ടൈമിൽ, റൈറ്റ് പ്ലേസിൽ, റൈറ്റ് പീപ്പിളിൻ്റെ കൂടെ ആയിരിക്കട്ടെ. നമ്മൾ കറക്റ്റ് സമയത്ത് എല്ലായിടത്തും കടന്നു വരുവാൻ, ദൈവത്തിൻ്റെ ഒരു ഫേവർ പൂർണ്ണിടത്തെല്ലാം കാണുവാൻ ഇടയായി തീരുന്ന ഒരു സീസണായി തീരട്ടെ. അപ്പോൾ ഗേഹസി യജമാന രാജാവേ, ഇവൾ തന്നെ ആ സ്ത്രീ, എലീശ ജീവിച്ചു കൊടുത്ത മകൻ ഇവൻ തന്നെ എന്ന് പറഞ്ഞു. രാജാവ് സ്ത്രീയോട് ചോദിച്ചപ്പോൾ അവളും അത് വിവരിച്ചു പറഞ്ഞു. രാജാവ് ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു. അവൾക്കുണ്ടായിരുന്നൊക്കെയും അവൾ ദേശം വിട്ടുപോയ നാൾ മുതൽ ഇന്നു വരെയും നിലത്തിൻ്റെ ആദായവും അവൾക്ക് കൊടുപ്പിക്കണമെന്ന് കൽപ്പിച്ചു. അപ്പോൾ രാജാവ് ചോദിച്ചു, അവൾക്ക് എന്താണ് പെറ്റീഷൻ? രാജാവിനോട് അവൾ പെറ്റീഷൻ പറഞ്ഞു, എനിക്ക് വീടും സ്ഥലവും നഷ്ടപ്പെട്ടു. രാജാവ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. അവൾക്ക് വീടും സ്ഥലവും മാത്രമല്ല മടക്കി കൊടുക്കേണ്ട, ആ 7 വർഷത്തെ അവരുടെ സ്ഥലത്ത് നിന്ന് കിട്ടാവുന്ന നിലത്തിൻ്റെ ആദായമൊക്കെയും അവൾക്ക് മടക്കി കൊടുക്കണം. റിസ്റ്റോറേഷൻ. നഷ്ടപ്പെട്ടത് ഒരു ഡിക്ഷണറി വാക്ക് റിസ്റ്റോറേഷൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് നഷ്ടപ്പെടുത്തി തിരിച്ച് കിട്ടുക എന്നാണ് അർത്ഥം. പക്ഷേ ബിബ്ലിക്കൽ റിസ്റ്റോറേഷൻ അങ്ങനെയല്ല. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതും അതിലധികവും നൽകുന്നതാണ് നമ്മുടെ ദൈവം. 1 ശമൂവേൽ 30-ാം അധ്യായത്തിൽ 1 മുതൽ വായിക്കുമ്പോൾ നമ്മളെല്ലാം എൻകറേജ് ചെയ്യുന്ന ഒരു സംഭവകഥ, ഒരു റിസ്റ്റോറേഷൻ്റെ സംഭവകഥ നമുക്ക് കാണാൻ കഴിയും. അത് ദാവീദിൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവകഥയാണ്. ദാവീദ് നമുക്കറിയാം, ഹീസ് അനോയിന്റഡ് ടു ബി ദ നെക്സ്റ്റ് കിങ്. ദാവീദിന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമാലേക്യ സൈന്യം വന്ന് ആക്രമിച്ച് ദാവീദിനുള്ള സകലതും തീ വെച്ച് ചുട്ടുകളഞ്ഞു. അവിടെയുള്ള വലിയവരും ചെറിയവരും സ്ത്രീകളെ പിടിച്ചുകൊണ്ട് അവർക്ക് വഴി പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദിന്റെ ഭാര്യമാരെ ഉൾപ്പെടെ എല്ലാവരെയും അവർ പിടിച്ചുകൊണ്ടുപോയി ഈ അമാലേക്യ സൈന്യം വന്നു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. അവിടെ നമുക്ക് കാണാൻ കഴിയും, 6-ാം വാക്യം വായിക്കുമ്പോൾ ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താൻ്റെ പുത്രന്മാരെ പുത്രിമാരെ കുറിച്ച് വ്യസനിച്ചുകൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ജനത്തിന്റെ പോലും എല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ട്, ഹല്ലേലൂയ, ദാവീദ് കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത് എന്നതുകൊണ്ട്, ഹല്ലേലൂയ, ഇവരെല്ലാം ദാവീദിന് എതിരായി. അവർ ദാവീദിനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. തൻ്റെ കൂടെ ഉള്ളവർ പോലും ദാവീദിനെതിരായി തിരിഞ്ഞ ഒരു മൊമെൻ്റ് ആയിരുന്നു ദാവീദിന്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. പക്ഷെ ഇവിടെ നമുക്ക് കാണാൻ കഴിയും, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവർ പോലും നമ്മളെ ഒറ്റപ്പെടുത്തുന്ന, നമുക്കെതിരെ കല്ലെടുക്കുന്ന ഒരു സീസൺ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നേക്കാം. നമ്മുടെ തെറ്റുകൊണ്ടായിരിക്കില്ല അത് വരുന്നത്. പക്ഷേ ദാവീദ് ഇവിടെ ചെയ്തത് നമുക്കും ചെയ്യാൻ ദൈവം ബലം തരട്ടെ, ബുദ്ധി തരട്ടെ. ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. David encouraged himself in the Lord his God. എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഓർക്കുന്ന ഒരു വചനമാണത്. David encouraged himself in the Lord his God.
ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. നമുക്കും മറ്റാരും ഇല്ലായിരിക്കാം, ഒരു പാസ്റ്ററോ ഒരു പുരോഹിതനോ നിങ്ങൾക്കൊരു നല്ല ഫ്രണ്ടോ നിങ്ങളുടെ അപ്പനമ്മയോ പോലും. ദാവീദിനെ എൻ്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു എന്ന ദാവീദ് പറഞ്ഞു. പക്ഷേ യഹോവനെ ചേർത്ത് കൊണ്ടു. എപ്പോഴും ദാവീദ് ആശ്രയിച്ചത് തൻ്റെ ദൈവത്തെയായിരുന്നു. നമുക്കും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആശ്രയിക്കാനുള്ളത് ദൈവം മാത്രമാണ്. ദാവീദ് ദൈവത്തോട് ആലോചിച്ച് ചോദിക്കുകയാണ്, ഈ പരീക്ഷയെ ഞാൻ പിന്തുടരണമോ? ദാവീദിനോട് ദൈവം പിന്തുടരുവാൻ ആലോചന കൊടുക്കുന്നു. ഹല്ലേലൂയ. ദാവീദ് പിന്തുടരുന്നു. 400 ആൾക്കാരുമായി അവരെ പിന്തുടരുന്നു. വയലിൽ വെച്ച് ഒരു മിസ്രൈമിനെ കണ്ടു എന്ന് 11-ാം വാക്യത്തിൽ കാണുന്നു. ഇവൻ വാസ്തവത്തിൽ ഇവരുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ ആക്രമിച്ച അമലേക്യ സൈന്യത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നവരാ. പക്ഷേ അവനൊരു ദീനം പിടിച്ചു. അതുകൊണ്ട് അവൻ്റെ യജമാനൻ അവനെ തള്ളിയിട്ട് അവിടെ ഇട്ടിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷെ ദാവീദ് ഇവനെ കാണുന്നു. ഇവരിലേക്കുള്ള വഴി ദാവീദിനെ കാണിച്ചു കൊടുത്തത് ഈ വയലിൽ വെച്ച് കണ്ട ഈ മിസ്രൈമനായിരുന്നു. ഒരു ഡെസ്റ്റിനി, ദാവീദിന്റെ ജീവിതത്തിൽ ഒരു ഡെസ്റ്റിനി ഹെൽപ്പറായിരുന്നു ഈ വ്യക്തി. നമ്മുടെ ജീവിതത്തിൽ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ നമുക്ക് ആവശ്യമുണ്ട്. കറക്റ്റ് സമയത്ത് ആ ഡെസ്റ്റിനി ഹെൽപ്പേഴ്സിനെ ദൈവം നമുക്ക് കാണുവാൻ, അവർക്ക് നമ്മളെ കാണുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിച്ച കഥയെല്ലാം ഇവനും ദാവീദിനോട് ഏറ്റു പറയാം. അപ്പോൾ ദാവീദ് പറയുന്നു, നീ എനിക്ക് അവരിലേക്കുള്ള വഴി കാണിച്ചു തരാമോ? അവരിലേക്കുള്ള വഴി, അവരെങ്ങോടെ പോയ, ഏത് ദിശയിലാണ് പോയ എന്നെല്ലാം ഈ വ്യക്തി വ്യക്തമായി ദാവീദിന് പറഞ്ഞു കൊടുക്കുന്നു. 17 വാക്യം 18-ാം വാക്യമൊക്കെ വരുമ്പോൾ ദാവീദ് അവരെ പിന്തുടർന്നു. അമാലേക്കരെ അവരപഹരിച്ചു കൊണ്ടുപോയതൊക്കെയും ദാവീദ് വീണ്ടും കൊണ്ടു. തൻ്റെ 2 ഭാര്യമാരെയും ദാവീദ് ഉദ്ധരിച്ചു. അവർ അപഹരിച്ചു കൊണ്ടുപോയതിൽ ചെറുതോ വലുതോ പുത്രന്മാരോ പുത്രിമാരോ കൊള്ളയോ യാതൊന്നും കിട്ടാതിരുന്നില്ല ദാവീദിന്. എവ്രിതിങ് വാസ് റിസ്റ്റോർഡ് ഫോർ ഡേവിഡ്. ദാവീദ് എല്ലാം മടക്കി കൊണ്ടുവന്നു. ദാവീദ് ആടുമാടുകളൊക്കെയും പിടിച്ചു. അവയെ അവർ തങ്ങളുടെ 4 കാലുകൾക്ക് മുമ്പായി തെളിയിച്ച് നടത്തിക്കൊണ്ട് ഇത് ദാവീദിന്റെ കൊള്ള എന്ന് പറഞ്ഞു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു, 1-ാം അധ്യായം 1-2 വാക്യങ്ങൾ മുതൽ വി ക്യാൻ സീ ഗോഡ് റിസ്റ്റോഴ്സ്. ഹല്ലേലൂയ. അനേക സംഭവകഥകൾ, അനേക ഭക്തന്മാരുടെ ജീവിതത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടതെല്ലാം മടക്കി കൊടുക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഞാൻ 1-2 ഉദാഹരണങ്ങൾ മാത്രമേ ഈ എപ്പിസോഡുകളിലൊക്കെ പറയാനിടയായിട്ടുള്ളൂ, സമയം ചുരുക്കമായതുകൊണ്ട്. പക്ഷെ വചനം വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും അനേക ആൾക്കാരുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഐ ക്യാൻ സേ ഗോഡ് ഈസ് എ റിസ്റ്റോറർ. ഐ ആം ബിലീവിംഗ് ഫോർ മോർ, മച്ച് മോർ. ഇന്ന് ഞാൻ എടുത്ത വചനം പോലെ He is God of much more. He is a God of much more. He is a God, much more He will restore. നിങ്ങൾ വിശ്വസിക്കുക. നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ തന്ന വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു ശമരിയ സ്ത്രീയുടെ, ഒരു ഒനേസിമോസിന്റെ ജീവിതം മാറ്റിമറിച്ചതുപോലെ കർത്താവേ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകരുടെ ജീവിതത്തെ അങ്ങ് മാറ്റിമറിക്കണം. അവർക്ക് ദൈവമേ ഹല്ലേലൂയ സ്തോത്രം. പലരും ഒരു സൊസൈറ്റിയിൽ ഒരു വിലയില്ലാത്തവരായിരിക്കും. പക്ഷേ കർത്താവേ, ഒരു ഒനേസിമോസിനെ ഏറ്റവും പ്രാണസ്നേഹിതനായ പൗലോസിനെ കൊണ്ട് പോലും വിളിപ്പിക്കുമാറ് ഹല്ലേലൂയ ഒരു വ്യക്തിയുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ അങ്ങക്ക് കഴിഞ്ഞെങ്കിൽ കർത്താവേ, ഹല്ലേലൂയ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ജീവിതത്തെ അങ്ങക്ക് മാറ്റിമറിക്കാൻ കഴിയും. ഇന്നു മുതൽ ദൈവം ഒരു ജീവിതം തന്നെ ഹല്ലേലൂയ മറ്റൊരു ദിശയിലേക്കാവട്ടെ, യേശുവിലേക്കായി തീരട്ടെ. ഒരു യേശുവിൽ കവേർഡായിരിക്കട്ടെ. യേശുവിൻ്റെ രക്തത്തിൽ കവേർഡായിരിക്കട്ടെ. ദാവീദിനെ നഷ്ടപ്പെട്ടതുപോലെ ഹല്ലേലൂയ സ്തോത്രം എല്ലാം റിസ്റ്റോർ ചെയ്തതുപോലെ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ സ്ത്രീക്ക് നഷ്ടപ്പെട്ട വീടും സ്ഥലവും നഷ്ടപ്പെട്ടതുപോലെ, നഷ്ടപ്പെട്ടത് റിസ്റ്റോർ ചെയ്തതുപോലെ ദൈവമേ ചിലരുടെ ജീവിതത്തിൽ ചില അസറ്റ്സ്, ചില ലാൻഡുകൾ, ഹൗസസ് അങ്ങ് റിസ്റ്റോർ ചെയ്യാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങേക്ക് സകലം സാധ്യമാണ്. അങ്ങിൽ നിന്ന് ഒരു വേർഡിറ്റ്, ഒരു കമാൻഡ് ഞങ്ങളുടെ ജീവിതത്തിൽ മതി, ഞങ്ങളുടെ ജീവിതം മാറി മറിക്കാൻ. അല്ലെങ്കിൽ അങ്ങയുടെ ബ്ലെസ്സിങ് ദൈവമേ, പ്രൊവേർബ്സിൽ പറയുന്ന പോലെ യഹോവയുടെ അനുഗ്രഹത്താൽ സമ്പത്തുണ്ടാകുന്നു. അതുപോലത്തെ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ മേലങ്ങ് പകരാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ മിനിസ്ട്രിയുടെ മേലങ്ങ് പകരാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഇതിൻ്റെ അതിർവരമ്പുകളെ വിശാലമാക്കുന്നതിനായി സ്തോത്രം. നഷ്ടപ്പെട്ട വർഷങ്ങൾ റിസ്റ്റോർ ചെയ്യുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അത്ഭുതത്തിൻ്റെ ദൈവമായിരിക്കുക സ്തോത്രം. റോമലേഖനത്തിൽ ഞങ്ങൾ വായിക്കുന്ന പോലെ മച്ച് മോർ ഗ്രേസ് ഓഫ് ഗോഡ്. വി ബിലീവ് ഫോർ മച്ച് മോർ ഗ്രേസ് ഓഫ് ഗോഡ്, മച്ച് മോർ റിസ്റ്റോറേഷൻ ഫ്രം അവർ ഗോഡ്. ഹല്ലേലൂയ സ്തോത്ര കർത്താവേ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു റിസ്റ്റോറേഷൻ ഉണ്ടാവട്ടെ. ഞങ്ങളുമായി കണക്ട് ചെയ്തിരിക്കുന്ന ഈ മിനിസ്ട്രിയുമായി ആത്മാർത്ഥമായി കണക്റ്റ് ആയിരിക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ ഒരു റിസ്റ്റോറേഷന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു.
ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി വെളിപ്പെട്ടാനായി സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഈ വചനങ്ങൾ നിങ്ങൾ അനുഗ്രഹമായെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഇത് ഞങ്ങൾക്കും പ്രചോദനമായിരിക്കും. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ അനേകർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വാട്സപ്പ് സ്റ്റാറ്റസ് ആക്കി ഇടുക, ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യുക, വാട്സപ്പിൽ പല ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുക. ഇത് നിങ്ങൾക്കും ഞങ്ങൾക്കും ദൈവരാജ്യത്തിനും ഇത് അനുഗ്രഹമായിരിക്കും. ഒരു വചനം മതി ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ, ഒരു ആത്മാവിനെ നേടാൻ. ഹല്ലേലൂയ. വചനത്തിൻ്റെ വില നിങ്ങൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. അനേകരിലേക്ക് ഷെയർ ചെയ്യുക. അത് നിങ്ങൾക്ക് നിങ്ങളുടെ തലമുറകൾക്കും ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് വിശ്വസിക്കുക. ഹല്ലേലൂയ. അതങ്ങനെ തന്നെയാണ്. ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ സൂം ലിങ്ക് ലഭിക്കും. ഞങ്ങൾ കാണുന്ന ഈ പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ ഫ്രീ ആയിട്ട് സുവിശേഷ യോഗങ്ങൾക്കൊക്കെ ഞങ്ങൾ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. മറ്റെന്താവശ്യം, പ്രാർത്ഥന ആവശ്യങ്ങൾക്ക് വേണ്ടി ഫോൺ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഞങ്ങളുമായി കണക്റ്റ് ആയിരിക്കുക. യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥന വിലയേറിയതാണ് ഞങ്ങൾ കാണുന്നു. പൗലോസ് പോലും പ്രാർത്ഥന ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാം. എവ്രി വൺ നീഡ്സ് പ്രയർ. വി നീഡ് മച്ച് മോർ പ്രയർ. അല്ലെ, ഞങ്ങളെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം. ഈ മിനിസ്ട്രി ഓർക്കണം. നിങ്ങളുടെ പ്രാർത്ഥന കൂടാതെ ഈ മിനിസ്ട്രി മുന്നോട്ട് പോകാൻ ഒരു കാരണവശാലും സാധ്യമല്ല. നിങ്ങളുടെ പ്രാർത്ഥന വിലയേറിയതാണ്. നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ഈ വർഷം ഒരു അനുഗ്രഹമായിരിക്കട്ടെ, റിസ്റ്റോറേഷൻ ആയിരിക്കട്ടെ, ഒരു സെലിബ്രേഷൻ ആയിരിക്കട്ടെ. എല്ലാ നന്മയായാലും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബ്ലെസ് യു ഓൾ.